ഹലോ ഓൾ എസ് ഡബ്ല്യുസിന്റെ പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ എൻവിറോൺമെന്റൽ കൺസെപ്റ്റ് എന്ന യൂണിറ്റ് 5 ആയിരുന്നു നമ്മൾ ഇതുവരെ ക്ലാസ് എടുത്തത്. അപ്പം ഓൾറെഡി എൻവിറോൺമെന്റ് അറ്റ്മോസ്ഫിയർ എന്നുള്ള സബ് ടോപ്പിക്ക് നമ്മൾ നമ്മളുടെ എസ് ഡബ്ല്യുസിന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി അതിനുശേഷമുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞത് പൊല്യൂഷൻ ആണ്. സോ പൊല്യൂഷനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒരു എന്താണ് എന്നുള്ള ഡെഫിനിഷൻ നോക്കാം. പൊല്യൂഷൻ ഈസ് എനി അൺഡിസറബിൾ ചേഞ്ച് ഇൻ ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് air, land, water, or soil into the environment that cause adverse effect to living organisms and ecosystem. അപ്പോൾ നമ്മളുടെ പൊല്യൂഷൻ എന്ന് പറഞ്ഞത് നമ്മളുടെ ഓൾറെഡി ഉള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്, നമ്മളുടെ ഒരു എക്കോസിസ്റ്റം ഉണ്ട്. ആ എക്കോസിസ്റ്റത്തിൽ ഒത്തിരി ലിവിങ് ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്, നോൺ ലിവിങ്ങും ലിവിങ് ആയിട്ടുള്ള കുറെ ഓർഗാനിസംസ് ഉണ്ട് നമ്മുടെ എക്കോസിസ്റ്റം. അപ്പൊ നമ്മളുടെ ഓൾറെഡി ഉള്ള ഒരു സിറ്റുവേഷൻ, ഓൾറെഡി ഉള്ള ഒരു പിന്നെ ക്യാരക്ടറിസ്റ്റിക്സിന് എന്ത് ചെയ്യാണ്, അതിലൊരു അൺഡിസറബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരാണ്. അത് എങ്ങനെയൊക്കെയാണ്? ഫിസിക്കലി, കെമിക്കലി ഓർ ബയോളജിക്കൽ, 3 രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിലോട്ട് ചേഞ്ച് കൊണ്ടുവരാണ്. എന്തിലൊക്കെ? നമ്മുടെ എയറിലും വാട്ടറിലും ലാൻഡിലും സോയിലും ഒക്കെ എന്ത് ചെയ്യാന്ന്, അൺഡിസറബിൾ ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാണ് ചെയ്യുന്നത്. ഇൻ ടു ദ എയർ ദാറ്റ് കോസ് അഡ്വേഴ്സ് എഫക്റ്റീവ് ലിവിങ്. അപ്പൊ എൻവിറോൺമെന്റിലുള്ള ഈ ഒരു ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് എൻവിറോൺമെന്റിൽ എയറിലും ലാൻഡിനും വാട്ടറിനും സോയിലിനും ചേഞ്ച് കൊണ്ടുവരുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ എൻ്റയർ എക്കോസിസ്റ്റത്തിനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഹാർംഫുൾ സബ്സ്റ്റൻസ് ഓർ ഫോം ഓഫ് എനർജി നോൺ ആസ് പൊല്യൂട്ടൻ. അപ്പം ഈ പൊല്യൂഷന് കാരണമാകുന്ന ഈ ഹാർംഫുൾ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഫോം ഓഫ് എനർജിനെ പറയുന്നതാണ് പൊല്യൂട്ടൻസ് എന്ന്. അപ്പോൾ ഈ പൊല്യൂട്ടൻസ് എന്തായിരിക്കാം? അത് സോളിഡ് ആയിരിക്കാം, ലിക്വിഡ് ആയിരിക്കാം, ഗ്യാസ് ആയിരിക്കാം, ഈവൻ ദോ ഹീറ്റ്, സൗണ്ട് ഓർ ലൈറ്റ്. It into the environment that cause negative effect on living beings and natural system. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പൊള്യൂട്ടൻസ് കാരണം നമ്മളെ എൻവിറോൺമെന്റിലുള്ള ലിവിങ് ബീങ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്കോസിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നു, അത് നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്നുണ്ട്. It occurs when air, water, soil or even sound levels are contaminated beyond safe limit. സോ നമുക്കറിയാം എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് എന്നുള്ള, അല്ലെ? എല്ലാത്തിനും ഒരു സേഫ് ലിമിറ്റ് ഉണ്ട്. അപ്പൊ ആ സേഫ് ലിമിറ്റിന് ബിയോണ്ട് ആയിട്ട് എന്ത് ചെയ്യാണ്, ഈ സംഭവങ്ങളൊക്കെ കണ്ടാമിനേറ്റഡ് ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, അപ്പൊ നമ്മൾ ഭൂമിയിൽ, നമ്മൾ എക്കോസിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു, ലൈഫിനൊക്കെ അത് എന്തായിരുന്നു, ഡേഞ്ചറസ് ആയി മാറാന് കാരണമാകുന്നു. അപ്പം common causes of pollution include industrial activity, vehicle emission, improper waste disposal, use of plastic and excessive use of chemicals. അപ്പൊ ഈ പൊല്യൂഷന് കാരണമായിട്ടുള്ളത് എന്തൊക്കെയാന്ന് വെച്ചാല് കുറച്ച് സം എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും വെഹിക്കിൾ എമിഷൻസും ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു വേസ്റ്റ് ഡിസ്പോസലും നമ്മളെ എക്സസീവ് യൂസ് ഓഫ് പ്ലാസ്റ്റിക്സും കെമിക്കൽസും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് കാരണമാകുന്നത്. Pollutions not only harm human health but also affect animals, plants and the balance of ecosystem. അപ്പം ഈ പൊല്യൂഷൻ നമ്മൾ പറഞ്ഞു നമ്മളുടെ എക്കോസിസ്റ്റത്തിൽ, നമ്മുടെ എൻവിറോൺമെന്റിലെ ഹ്യൂമൻ ബീങ്സിന് മാത്രമല്ല, മറ്റു എല്ലാ ജീവജ ആനിമൽസും പ്ലാന്റ്സും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ബാധിക്കുന്നുണ്ട്. അപ്പം ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ്, കുറച്ച് ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് ഉണ്ട്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ ഓർ ലാൻഡ് പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, തെർമൽ പൊല്യൂഷൻ, റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ആൻഡ് ലൈറ്റ് പൊല്യൂഷൻ. ഇതാണ് സം ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് എന്ന് പറയുന്നത്. നമുക്കിതിന് ഓരോന്നോരോന്നായിട്ട് നമുക്കിതിനെ ഓരോന്നോരോന്നെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാണ്ട്. അപ്പം ഓരോന്നോരോന്നൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പം എന്താണ് എയർ പൊല്യൂഷൻ? Presence of harmful substance in the atmosphere affecting health, environment and materials. അതായത് എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, എയർ പൊല്യൂട്ടർ ആവാം, നമ്മളുടെ എയർ എന്താവാണ്, പൊല്യൂട്ട് ആവാം. അപ്പൊ നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള പിന്നെ എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിലെ ഈ ഹാർംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഹെൽത്തിനെയും എൻവിറോൺമെന്റിനെയും അറ്റ്മോസ്ഫിയറിലെ മറ്റു മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാർംഫുൾ ആയിട്ടുള്ള കുറച്ച് ഗ്യാസസ് ആണ് ഏതൊക്കെയാന്ന് വെച്ചാല് CO2, SO2, NOx, CH4, CFC ഒക്കെ എന്താണ്, ഈ ഹാർംഫുൾ ആയിട്ടുള്ള കുറച്ച് ഗ്യാസസ് ആണ്. അപ്പൊ ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഹെൽത്തിനെയും എൻവിറോൺമെന്റിനെയും മെറ്റീരിയൽസിനൊക്കെ എന്ത് ചെയ്യുന്നത്, എഫക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ പ്രസൻസ്, അതായത് ഹാർംഫുൾ ആയിട്ടുള്ള ഈ സബ്സ്റ്റൻസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഇവിടുത്തെ ഒരു നോർമൽ ആയിട്ടുള്ള നമ്മുടെ സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നത്.
പിന്നെ ഈ നമ്മൾ പറഞ്ഞ പൊള്യൂട്ടന്റ് എന്നുള്ളത് പറഞ്ഞില്ലേ, രണ്ട് തരത്തിലാണ് പൊള്യൂട്ടന്റ് നമ്മൾ ഇതിനെ പിന്നെ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് പ്രൈമറി പൊള്യൂട്ടന്റ് എന്നും രണ്ടാമത്തെ സെക്കൻഡറി പൊള്യൂട്ടന്റ് എന്നും. അപ്പൊ പ്രൈമറി പൊള്യൂട്ടന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി എമിറ്റഡ് എന്തായിരിക്കും, അത് നമ്മളുടെ എർത്തിൽ എന്തെങ്കിലും ഡയറക്ട്ലി ആണ് അത് എമിറ്റ് ചെയ്യുന്നത്. ലൈക്ക് ഫോസിൽ ഫ്യൂൽ ബേണിംഗ്, വോൾക്കാനിക് ഇറപ്ഷൻ, അങ്ങനെ വോൾക്കാനിക് ഇറപ്ഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്തും ഫോസിൽ ഫ്യൂൽ ബേണിംഗ് ഉണ്ടാകുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നത്, അത് നമ്മൾ അറ്റ്മോസ്ഫിയറിലോട്ട് എമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സെക്കൻഡറി പൊള്യൂട്ടൻസ് ആണ്. സെക്കൻഡറി പൊള്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ ഫോംഡ് ബൈ റിയാക്ഷൻ ഓഫ് പ്രൈമറി പൊള്യൂട്ടൻസ്. അതായത് നമ്മളുടെ ഈ പ്രൈമറി പൊള്യൂട്ടൻസ് നമ്മൾ പറഞ്ഞു ഡയറക്ട്ലി എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയറക്ട്ലി എമിറ്റ് ചെയ്യുന്ന പ്രൈമറി പൊള്യൂട്ടൻസിൽ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഫോം ചെയ്യുന്ന പൊള്യൂട്ടന്റ് ആണ് നമ്മൾ പറയുന്നത് എന്താണ്, സെക്കൻഡറി പൊള്യൂട്ടന്റ്. അതായത് പ്രൈമറി പൊള്യൂട്ടന്റിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് സെക്കൻഡറി പൊള്യൂട്ടന്റ് എന്ന് പറയുന്നത്. ആൻ എക്സാമ്പിൾ ഓട്രിയും പാനും കൊടുത്തിട്ടുണ്ട്. അടുത്തെന്ന് പറഞ്ഞത് വാട്ടർ പൊല്യൂഷൻ ആണ്. വാട്ടർ പൊല്യൂഷൻ is the contamination of water bodies such as river, lake, ocean and groundwater by harmful substance that make the water unsafe for humans, animals, plants and the environment. അപ്പോൾ എയർ പൊല്യൂഷൻ പറഞ്ഞു എയറിന് എന്താണ് പൊല്യൂട്ട് ആവുന്നത്, അതേപോലെ വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ എന്താണ് ഇവിടെ പൊല്യൂട്ട് ആവുക. നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ ഒത്തിരി വാട്ടർ ബോഡീസ് ഉണ്ട്, റിവേഴ്സും ലേക്സും ഓഷൻസും ഗ്രൗണ്ട് വാട്ടേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഒക്കെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട്, അതായത് ഇതൊക്കെ എന്ത് ചെയ്യാണ്, പല കാരണങ്ങൾ കൊണ്ട് കണ്ടാമിനേറ്റഡ് ആവാണ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ എന്താണ് കണ്ടാമിനേറ്റഡ് ആണ്, ഹാർംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ വാട്ടർ ബോഡീസിൽ വന്ന് ചേരുമ്പോൾ ആ വെള്ളം എന്താവാണ് ചെയ്യുന്നത്, അത് പൊള്യൂട്ട് ആവാണ് ചെയ്യുന്നത്. അപ്പൊ അതായത് പൊള്യൂട്ട് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാല്, നമുക്കറിയാം വാട്ടർ എന്ന് പറയുന്നത് എല്ലാവരും ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. എല്ലാ ഹ്യൂമൻ ബീങ്സിന്റെതും ആനിമൽസിന്റെ പ്ലാന്റ്സിന്റെ ഒക്കെ ഒരു ബേസിക് ആണ് വാട്ടർ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വാട്ടർ എന്ത് ചെയ്യുന്നു, ഇത് പൊള്യൂട്ട് ആവുന്ന സമയത്ത് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതുണ്ടാവുന്നു. ഇത് എന്താവുന്നു, ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ജീവിതത്തിന് അത് ഭയങ്കര ഡേഞ്ചർ ആയി മാറുകയും ചെയ്യുന്നു. ഇറ്റ് ഹാപ്പൻസ് വെൻ പൊള്യൂട്ടൻസ് ലൈക്ക് സീവേജ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അഗ്രികൾച്ചർ കെമിക്കൽസ്, പ്ലാസ്റ്റിക് ആൻഡ് ഓയിൽ സ്പിൽസ് ആൻഡ് വാട്ടർ സോഴ്സ്. അപ്പം കെമിക്കൽസ് ആയിട്ട്, അതായത് പൊള്യൂട്ടൻസ് ആയിട്ടുള്ള സീവേജും ഇൻഡസ്ട്രിയൽ വേസ്റ്റും അഗ്രികൾച്ചർ കെമിക്കൽസും പ്ലാസ്റ്റിക്കും ഓയിൽ സ്പിൽസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വാട്ടർ ബോഡീസിലോട്ട് വന്ന് ചേരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, അത് കണ്ടാമിനേറ്റ് ആവുന്നത്. Polluted water can spread diseases, harm aquatic life, disrupt ecosystem and reduce the availability of clean drinking water. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കാരണങ്ങൾ കൊണ്ട് എന്തുണ്ടാകുന്നു, വാട്ടർ എന്താവുന്നു, പൊല്യൂട്ട് ആവുന്നതും നമ്മളുടെ ക്ലീൻ ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടറിന്റെ അവൈലബിലിറ്റി എന്ത് ചെയ്യുന്നു, കുറയ്ക്കുകയും നമുക്ക് പലതരത്തിലുള്ള ഡിസീസസ് സ്പ്രെഡ് ആവാനും അക്വാറ്റിക് ലൈഫിനൊക്കെ അത് ഹാർംഫുൾ ആവാനൊക്കെ എന്ത് ചെയ്യുന്നു, കാരണമാകുന്നു. Physical water pollutant, chemical water pollutant, radioactive substance are some type of water pollutants. അടുത്തതാണ് noise pollution. Noise pollution is the presence of excessive or disturbing sounds in the environment that can harm human health, animals and overall well-being. അപ്പോൾ നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, നമ്മളുടെ നോയ്സ് അവിടെ പൊല്യൂട്ട് ആണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു എല്ലാത്തിനും ഒരു സേഫ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ സേഫ് ലിമിറ്റ് കടന്ന് എപ്പോഴാണോ എന്തെന്ന് എക്സസീവ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റർബിങ് നമ്മളെ എൻവിറോൺമെന്റിലുള്ള മറ്റു ജീവജാലങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നമ്മളുടെ സൗണ്ട് എന്താവുന്നത്, ഡിസ്റ്റർബിങ് ആവുന്നതും അത് എക്സസീവ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അവിടെ നമ്മൾ നോയ്സ് പൊല്യൂട്ട് ആയെന്ന് പറയുന്നു. It is mainly caused by sources such as vehicles, loudspeakers, industries, construction work, airplanes and household appliances. സോ നമുക്ക് പറയാം, സിറ്റിയിലൊക്കെ പോകുന്ന സമയത്ത് വാഹനങ്ങളിൽ നിന്നൊക്കെ തന്നെ കണ്ടിന്യൂ ആയിട്ട് ഹോണൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മളെ സൗണ്ട്സ് നോർമൽ ആയിട്ടുള്ള ഒരു സൗണ്ട് ലിമിറ്റിന് എന്ത് ചെയ്യുന്നു, അപ്പുറമായിരിക്കും ഈ വാഹനത്തിൽ നിന്നൊക്കെ വരുന്ന വോയിസ്. അപ്പൊ അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മളൊരു ഹ്യൂമൻ ബീങ്സ് നല്ല എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് ചെയ്യുന്നു, അത് എക്സസീവ് മാറുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ നോയ്സ് എന്താവാൻ ചാൻസ് ഉണ്ട്, പൊല്യൂട്ട് ആവാണ് ചെയ്യുന്നത്. അതിന് കാരണം വെഹിക്കിൾസും ലൗഡ് സ്പീക്കേഴ്സും ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ വരുന്ന സൗണ്ടുകളും കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ ഉണ്ടാവുന്ന സൗണ്ടുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ഒരു ജീവിത സാഹചര്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ആൻഡ് നോർമൽ ഹ്യൂമൻസ് ക്യാൻ ഹിയർ സൗണ്ട്സ് ഇൻ ദ റേഞ്ച് ഓഫ് 0 dB to 140 dB. അപ്പോൾ നമ്മൾ പറയുന്നത് അക്കോർഡിംഗ് ടു WHO പറഞ്ഞ എന്താ വെച്ചാല്, നോർമൽ ആയിട്ട് ഒരു ഹ്യൂമൻ ബീന് കേൾക്കാൻ പറ്റുന്ന ഒരു സൗണ്ട് റേഞ്ച് എന്ന് പറയുന്നത് 0 dB to 114 dB ആണ്.
WHO ബിലീവ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ 45 dB ഈസ് ദ ഐഡിയൽ സൗണ്ട് ത്രെഷോൾഡ് ഫോർ എ സിറ്റി. ഒരു സിറ്റി, നമ്മളൊരു റെസിഡൻഷ്യൽ ഏരിയ സിറ്റി എന്ന് പറയുമ്പോൾ ഒരു സിറ്റി ഏരിയയിൽ നമുക്ക് ഒരു ഐഡിയൽ സൗണ്ട് ത്രെഷോൾഡ് എന്ന് പറയുന്നത് അത് 45 dB ആണ്. പിന്നെ താഴെ കൊടുത്തുള്ള കുറച്ച് സൗണ്ട് ലെവൽസും അതിന്റെ എഫക്റ്റും ആണ്. ഹ്യൂമൻ ഹിയറിംഗ് റേഞ്ച്, അതായത് 0 to 140 dB ആണ് ഹ്യൂമൻസിന് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു റേഞ്ച്. ഇത് 140ന്റെ അപ്പുറം ആവാണെങ്കിൽ എന്ത് ചെയ്യുന്നു, മനുഷ്യന്മാർക്ക് എന്ത് സംഭവിക്കും? ഹിയറിംഗ് പ്രോബ്ലംസ് ഉണ്ടാവാനും സ്ട്രെസ് ഉണ്ടാവാനും ലാക്ക് ഓഫ് സ്ലീപ്പിനും കാരണമാകുന്നു. അതുപോലെ ഐഡിയൽ സിറ്റി സൗണ്ട് 45 dB ആണ്. അത് കൂടുന്ന സമയത്ത് എന്തുണ്ടാവുന്നു? ഇതേപോലെ എന്തിനാ ഹൈ ബ്ലഡ് പ്രഷേഴ്സും കോൺസെൻട്രേഷൻ റിഡക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. അതേപോലെ പെയിൻഫുൾ ലെവൽ 120 dB+ ആണ്. ഫ്രീക്വൻസി റേഞ്ച് 20 Hz to 20,000 Hz വരെയാണ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആനിമൽസിന് വരെ എന്താണ്? അപ്പൊ ആനിമൽസിന് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിൽ അപ്പുറം നോയ്സ് വരാണെങ്കിൽ അത് അവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഒരു വെൽബീയിനെ അത് ബാധിക്കുന്നതാണ്. ഇതെന്ന് പറയുന്നത് പ്രിമിസിബിൾ നോയ്സ് ലെവൽ സ്റ്റാൻഡേർഡ് ഇന്ത്യ. നമ്മൾ ഇന്ത്യയിൽ ഓരോ ഏരിയയിലും എത്ര നോയ്സ് ലെവൽ വേണം എന്ന് പറയുന്ന അതിന്റെ ഒരു ലെവൽ ഓഫ് നോയ്സ് സ്റ്റാൻഡേർഡ് ആണുള്ളത്. ഇൻഡസ്ട്രിയൽ സോണിലും കൊമേഴ്ഷ്യൽ സോണിലും റെസിഡൻഷ്യൽ സോണിലും സൈലന്റ് സോണിലും ഒക്കെ ഉള്ള ഓരോരോ പെർമിസിബിൾ നോയ്സ് ലെവലാണ്. ഡേ ടൈമിലും നൈറ്റ് ടൈമിലും എത്രയാണ് പെർമിസിബിൾ ആയിട്ടുള്ളത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ബോക്സിലൂടെ പോകുമ്പോൾ നമുക്കത് ഓരോ ഏരിയയിലത് മനസ്സിലാക്കാം. സോ ഇത്രയാണ് നമുക്ക് ഇന്ന് ഇവിടെ പറയാനുള്ളത്. നമ്മൾ പൊല്യൂഷൻ എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത്. പൊല്യൂഷൻ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള എയർ പൊല്യൂഷനും നോയ്സ് പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും നമ്മൾ എന്താന്ന് പറഞ്ഞ് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഫ്രം ദിസ് പാർട്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രൈമറി കോസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. അപ്പൊ നമ്മൾ വാട്ടർ പൊല്യൂഷൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വാട്ടർ പൊല്യൂഷൻ പ്രൈമറി കോസ് ഇതിൽ എന്താണെന്നാണ്. എക്സസീവ് റെയിൻഫാൾ, ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ് ആൻഡ് സീവേജ് ഡിസ്ചാർജ്, സോയിൽ ഇറോഷൻ, ഡിഫോറസ്റ്റേഷൻ. അപ്പൊ ഇതിൽ ഏതാണ് വാട്ടർ പൊല്യൂഷന് പ്രൈമറി ആയിട്ടുള്ള കാരണം എന്താണ്? അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒന്ന് രണ്ടു വട്ടം വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ് ആൻഡ് സീവേജ് വാട്ടർ. നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രീസ് നിന്നൊക്കെ വരുന്ന വെള്ളം എന്താണ്? കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള വെള്ളമായിരിക്കും, അത് കണ്ടാമിനേറ്റഡ് ആയിരിക്കും. അപ്പൊ സോ ആ കെമിക്കൽസിലുള്ള വെള്ളം നമ്മുടെ വാട്ടർ ബോഡീസിലോട്ട് വരുമ്പോൾ നമ്മുടെ വാട്ടർ ബോഡി എന്താവുന്നു? നോർമലി അത് കണ്ടാമിനേറ്റഡ് ആവുന്നു. സേഫ് ലിമിറ്റ് കഴിയുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? ആ വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോയ്സ് പൊല്യൂഷൻ ഈസ് പ്രൈമർലി കോസ്ഡ് ബൈ. അപ്പം നമ്മൾ പറഞ്ഞ നോയ്സ് പൊല്യൂഷൻ ഉണ്ടാവുന്നതിന് കുറെ എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിൽ ഈ കൊടുത്തുള്ള ഓപ്ഷനിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാ? പ്ലാന്റ് ട്രാൻസ്പിറേഷൻ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആൻഡ് ട്രാഫിക്, ഫോട്ടോസിന്തസിസ്. ഇപ്പൊ നോയ്സ് പൊല്യൂഷൻ എന്നുള്ളതിന് ഇതിനെന്താണ് കാരണം? സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആൻസർ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആൻഡ് ട്രാഫിക്. നമ്മൾ പറഞ്ഞു നോയ്സ് പൊല്യൂഷന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ള ശബ്ദം വരാണ് ചെയ്യുന്നത് അല്ലെ. നമുക്കൊരു മനുഷ്യനല്ല മറ്റു ജീവജാലങ്ങൾക്കായാലും കേൾക്കാൻ പറ്റുന്ന ലിമിറ്റ് ഓഫ് സൗണ്ട് എക്സീഡ് ആവുന്നുണ്ട് സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിയും ട്രാഫിക്സും ഒക്കെ ആണ് ഇതിന് എക്സാമ്പിൾ. അതൊക്കെ നമുക്കൊന്ന് ചിന്തിച്ചാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. രണ്ടോട്ടൊക്കെ ഒന്ന് നല്ലത് മനസ്സിലെത്തി വായിച്ചാൽ പെട്ടെന്ന് കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ പെർമിസിബിൾ നോയ്സ് ലെവൽ സ്റ്റാൻഡേർഡ് ഇൻ ദ ഡേ ടൈം ഇൻ റെസിഡൻഷ്യൽ സോൺ. അപ്പം നമ്മൾ ലാസ്റ്റ് നമ്മൾ വീടിന്റെ ടോപ്പിക് ഡിസ്കഷന്റെ ഒക്കെ ലാസ്റ്റ് നമ്മൾ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നോയ്സ് ലെവലിന്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അതിൽ ഡേ ടൈമും നൈറ്റ് ടൈമും നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ ഈ ഒരു ആൻസർ ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തേലും നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 40, 45, 50, 55 ഇതാണ് നമ്മൾ ഉള്ള ഓപ്ഷൻസ്. സോ ആൻസർ എന്ന് പറഞ്ഞത് 55 ആണ്. അപ്പം ഡേ ടൈമിൽ റെസിഡൻഷ്യൽ സോൺ അല്ലെ നമ്മൾ സിറ്റിയിലൊക്കെ നമുക്ക് പെർമിസിബിൾ ആയിട്ടുള്ള നോയ്സ് ലെവൽ 55 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് നോട്ട് എ പ്രൈമറി എയർ പൊള്യൂട്ടന്റ്. അപ്പൊ നമ്മൾ ഓൾറെഡി പ്രൈമറി ആൻഡ് സെക്കൻഡറി എയർ പൊള്യൂട്ടന്റ് പറഞ്ഞു. അപ്പൊ ഇതിൽ പ്രൈമറി എയർ പൊള്യൂട്ടന്റ് അല്ലാത്തത് ഏതാണ്? നമ്മൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ നോക്കണം. അവിടെ നോട്ട് എന്നുള്ള ഒരു ഇത് കൊടുത്തു. വാട്ട് വിച്ച് ഇസ് നോട്ട് എ പ്രൈമറി എയർ പൊല്യൂട്ടന്റ് എന്നാണ്. പ്രൈമറി എയർ പൊല്യൂട്ടന്റ് ഏതാന്നല്ല ചോദിച്ചത്, നോട്ട് അല്ലാത്തത് ഏതാന്നാണ് ചോദിച്ചത്. അപ്പൊ മീഥേൻ, അമോണിയ, ഓസോൺ, CFC.
അപ്പൊ ഇത് പ്രൈമറി സെക്കൻഡറി ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻസ് ആണ് ഇത് കൊടുത്തുള്ളതിന് പ്രൈമറി ഏതാന്നുള്ളത് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ ഒന്ന് നല്ല ശ്രദ്ധിക്കുക, നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിക്കും. സോ അതിന് ആൻസർ എന്ന് പറയുന്നത് ഓസോൺ ആണ്. ഓസോൺ ആണ് ഇതിൽ എന്താണ് പ്രൈമറി എയർ പൊല്യൂട്ടൻ അല്ലാത്തത്, ദാറ്റ് ഇസ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻ. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് നമ്മളുടെ യൂണിറ്റ് 5-ലെ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മളിത് വൈഡ് ആയിട്ടൊന്നല്ല, ജസ്റ്റ് നമ്മളുടെ മെയിൻ ടോപ്പിക്സ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളൂ. സോ നിങ്ങൾ UGC PG അഡ്മിഷന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ഡീപ്പായിട്ടുള്ള ക്ലാസ് എന്ത് ചെയ്യുന്നത് സ്കോളർഷിപ്പോട് കൂടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് പിള്ളേരെ മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ കുറച്ച് പിള്ളേരെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ഇതോട് മെയിൻ ആയിട്ട് നമ്മുടെ SWC പ്ലാറ്റ്ഫോമോട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി SWCന്റെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോഴ്സ് നിങ്ങളുടെ ഈ എൻട്രൻസ് പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്, ക്ലാസ് ഉണ്ട്, എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, അതിലോട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് മെസ്സേജ് അയക്കാം. സോ ഇന്നത്തെ ക്ലാസ് മനസ്സിലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.